നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണിപ്പൂരിൽ നടക്കുന്നത് RSS BJP സ്പോൺസേഡ് കലാപമെന്ന് EP ജയരാജൻ. ലക്ഷ്യം വർഗീയ ധ്രുവീകരണം. കൈതോലപ്പായ ആരോപണം അടിസ്ഥാനരഹിതം. നേതാവിനെ രക്ഷിക്കാനുള്ള കുപ്രചരണമെന്നും EP. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മയിൽ ഇന്ന് ബലിപെരുന്നാൾ. നാടെങ്ങും പ്രാർത്ഥനാ നിർഭരം. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാര ചടങ്ങുകൾ. മണിപ്പൂർ കലാപം ലക്ഷ്യമിട്ടത് ക്രൈസ്തവ ദേവാലയങ്ങളെന്ന് പാംപ്ലാനി. എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നും പാംപ്ലാനി. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. കക്കാട് കിത്മ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ നേതൃത്വം നൽകി. ഇന്ന് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ഏറെ പ്രാർത്ഥനകൾക്ക് ശേഷം ലഭിച്ച ഇസ്മായിലിനെ ഇബ്രാഹിം നബി ദൈവകൽപ്പനയനുസരിച്ച് ബലി നൽകാൻ തീരുമാനിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന്. അദ്ഹ എന്ന അറബി വാക്കിന്റെ അർത്ഥം ബലി എന്നാണ്. ഈദുൽ അദ്ഹ എന്നാൽ ബലിപെരുന്നാൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ മനസ്സുകൊണ്ട് മക്കയിലെ വിശുദ്ധ മണ്ണിൽ തീർത്ഥാടനം നടത്തും. ജീവിതത്തിൽ അന്നോളം പറ്റിയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പകരം വെക്കാനില്ലാത്ത സമർപ്പണമാണ് ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം. സ്വന്തം മകനെ ബലി നൽകണമെന്ന ദൈവകൽപ്പന ശിരസാവഹിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ സ്മരണയാണ് ഓരോ ബലിപെരുന്നാളും. പെരുന്നാളിനെ കുടുംബത്തിൽ എല്ലാവരും ഒത്തുകൂടുന്നു. മൈലാഞ്ചി ചോപ്പും മാപ്പിളപ്പാട്ടും പുതുവസ്ത്രങ്ങളുമെല്ലാമായി കുടുംബത്തിലെ എല്ലാവരും ആഘോഷ തിമിർപ്പിലായിരിക്കും. കക്കാട് കിത്മ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു. ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യരും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണെന്നും ലോകമാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമഭാവനയുടെ സന്ദേശമാണ് മഹാനായ ഇബ്രാഹിം പ്രവാചകൻ നൽകിയിട്ടുള്ളത്. ഏകദൈവത്വത്തിനു വേണ്ടിയാണ് ഇബ്രാഹിം പ്രവാചകൻ പണിയെടുത്തത്, അധ്വാനിച്ചത് എന്ന് നമുക്കറിയാം. ദൈവം ഒന്നാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമാണ്. കാരണം മനുഷ്യർക്കിടയിൽ പിന്നെ ഉച്ചനീചത്വങ്ങളില്ലെന്ന്. ചിലർ ഉടമസ്ഥരും ചിലർ അടിമകളുമല്ല, ചിലർ യജമാനന്മാരും ചിലർ അടിമകളുമല്ല, എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഒന്നാണ് ദൈവം എന്ന് പറയുമ്പോൾ, അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുമ്പോൾ സംഭവിക്കുന്നത്. ഒരേ ഗ്രാമത്തിലെ ആളുകൾ തമ്മിലുള്ള യോജിപ്പ് പോലെ, ഒരേ സ്ഥാപനത്തിലെ സഹപ്രവർത്തകർ തമ്മിലുള്ള യോജിപ്പ് പോലെ, ഒരേ കുടുംബത്തിലെ വ്യത്യസ്ത അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെ, ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് ലോകത്തുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ബുദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം എന്ന ഒരു യോജിപ്പാണ്, മാനവികതയാണ് യഥാർത്ഥത്തിൽ ഏകദൈവത്വത്തിൻ്റെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ നമുക്ക് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും എല്ലാതരം ശ്രമങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നന്മയുടെ, പരസ്പര യോജിപ്പിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു നല്ല നാളെയെ കെട്ടിപ്പടുക്കാനുള്ള പ്രചോദനമാണ് തീർച്ചയായിട്ടും ബലിപെരുന്നാൾ. ഇന്ത്യ ഭരിക്കുന്ന കക്ഷി തന്നെ ആസൂത്രിതമായി സംഘടിപ്പിച്ചിട്ടുള്ളതാണ് മണിപ്പൂർ കലാപമെന്നും അവിടെയുള്ളവർ ശാന്തരായ ജനതയാണെന്നും LDF കൺവീനർ EP ജയരാജൻ. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് BJP നിർബന്ധം പിടിക്കുന്നത് എന്നും EP ജയരാജൻ പറഞ്ഞു. മതപരമായ ചേരിതിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. RSS BJP സ്പോൺസർ ചെയ്ത കലാപമാണ് മണിപ്പൂരിലേതെന്നും EP ജയരാജൻ പറഞ്ഞു. ഇത് BJP ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇത് അങ്ങേറ്റം അപകടകരമായ സാഹചര്യമാണ് ഇന്ത്യൻ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നവർ മനസ്സിലാക്കണം. മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടോ മതസംഘർഷം ഉണ്ടാക്കിക്കൊണ്ടോ രാജ്യത്തൊന്നും നേടാൻ സാധിക്കില്ല. അത് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. രാജ്യഭരണത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ BJP തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള അനുഭവം. മണിപ്പൂരിലെ സാഹചര്യങ്ങളും വസ്തുതകളും ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ മാറ്റി ചിന്തിപ്പിച്ചു. റബ്ബർ വിഷയത്തിൽ പാംപ്ലാനി BJP അനുകൂല പ്രസ്താവന നടത്തി. ഇപ്പോൾ ബിഷപ്പിന് അഭിപ്രായം തിരുത്തേണ്ടി വന്നുവെന്നും ജയരാജൻ പറഞ്ഞു. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ഏക സിവിൽ കോഡ് BJP നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ്. ആ വർഗീയ ധ്രുവീകരണം വന്നാൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുണ്ട്, അവർ പിന്നോക്കക്കാരാണ്, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് പ്രത്യേക സംരക്ഷണമുണ്ട്.
എല്ലാ രംഗത്തും അവർക്ക് റിസർവേഷൻ ഉണ്ട്. അവർക്ക് എല്ലാ സംരക്ഷണങ്ങളും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പട്ടികവർഗക്കാരെ പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും ഗവൺമെന്റാണ് നിർവഹിക്കുന്നത്. ഏക സിവിൽ കോഡും ഏക നിയമവും എല്ലാവർക്കും ബാധകമെന്ന് വന്നാൽ ഈ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളും അതിലേക്ക് വരില്ലേ? ആ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ എങ്ങോട്ട് പോകും? ഇത് സമ്പന്ന സവർണാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ, സമ്പന്നരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ, പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ സംസ്കാരത്തിലേക്ക് രാജ്യത്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള സംഘപരിവാറിന്റെ RSSന്റെ അജണ്ടയാണ് ഏക സിവിൽ കോഡ്. ആ ഏക സിവിൽ കോഡ് ഇന്ത്യയെ രക്ഷിക്കുകയല്ല, ഇന്ത്യയെ തകർക്കുകയാണ് ചെയ്യുക. അയോധ്യയിലെ ബാബറി പള്ളി തകർത്തതുപോലെ പദ്ധതി നടപ്പാക്കിയാൽ ഇന്ത്യ ഉണ്ടാകില്ലെന്നും EP പറഞ്ഞു. പുഴാതി സോമേശ്വരി ക്ഷേത്രത്തിലെ 200 വർഷത്തോളം പഴക്കമുള്ള ചെമ്പകമരം കടപുഴകി വീണു. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിന്റെ കിഴക്കുവശം നിന്നിരുന്ന മരമാണ് കടപുഴകിയത്. കരിഞ്ചാമുണ്ടി ദൈവസങ്കല്പമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ചെമ്പകമരമാണ് രാവിലെ വീണത്. പണ്ടുകാലത്ത് നടയിലാട്ട് കഴിഞ്ഞാൽ ചാമുണ്ടിയുടെ ഉടയാടകൾ ചാർത്തിയിരുന്ന മരമായിരുന്നു ഇത്. പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു വൃക്ഷമാണ് ഇന്ന് ഇവിടെ ഈ പ്രകൃതിക്ഷോഭത്തിൽ പൊട്ടി വീണത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ചാമുണ്ടി കോട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കരിഞ്ചാമുണ്ടിയുമായി ബന്ധപ്പെട്ട കരിഞ്ചാമുണ്ടിയുടെ മൂലസ്ഥാനമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ചെമ്പകമരമാണ് ഇന്നലത്തെ കാറ്റും മഴയിലും മുറിഞ്ഞു വീണത്. ഏകദേശം മരത്തിന് 200ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ക്ഷേത്രത്തിന് കിഴക്കുവശത്തായിട്ടായിരുന്നു ചെമ്പകമരം സ്ഥിതി ചെയ്തിരുന്നത്. മണിപ്പൂർ കലാപം ആസൂത്രിതമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മണിപ്പൂർ കത്തിയെരിയുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നും പ്ലാമ്പാനി പറഞ്ഞു. മണിപ്പൂർ കലാപം ആസൂത്രിതമെന്ന് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞു. മണിപ്പൂരിൽ ക്രൈസ്തവർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് വസ്തുതാപരമായൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ, അതായത് മണിപ്പൂർ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് ഫലപ്രദമായ ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് 56 ദിവസമായിട്ടും ഈ കലാപത്തിന് ശമനം വരുന്നില്ല എന്ന് മാത്രമല്ല, കലാപം നാൾക്കുനാൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ സൈന്യത്തെ പോലും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു കലാപം എന്നത് കേട്ടുകേൾവിയില്ലാത്ത വിധം വളരെ നിഗൂഢമായ ഒരു കലാപശ്രമമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിഷയത്തെ രാഷ്ട്രീയപരമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ക്രൈസ്തവ ദേവാലയം ലക്ഷ്യമിട്ടാണ് കലാപം നടത്തിയത്. ഇന്ത്യയിൽ വിവേചനമില്ലെന്ന് പ്രധാനമന്ത്രി അമേരിക്കയിൽ പറഞ്ഞു. അത് മണിപ്പൂരിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ നോക്കി പറയണം. എന്നാൽ മാത്രമേ അതിൽ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ എന്നും പാംപ്ലാനി പറഞ്ഞു. ഇന്ത്യയുടെ അഭിമാനമായ സൈന്യത്തെ പോലും തടഞ്ഞുവെച്ചുള്ള കലാപം എന്നത് കേട്ടുകേൾവിയില്ലാത്ത വിധം നിഗൂഢമാണ്. ശരിയായ ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തണം. കലാപകാരികൾക്ക് എവിടെ നിന്നും പോലീസിന്റെ ആയുധങ്ങൾ ലഭിച്ചു? മണിപ്പൂർ കത്തിയെരിയുമ്പോൾ ആരും കാര്യമായി സമാധാനത്തിന് ശ്രമിക്കുന്നില്ല. റബ്ബർ വിലയുമായി അതിനെ താരതമ്യപ്പെടുത്തേണ്ട. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പാംപ്ലാനി കൂട്ടിച്ചേർത്തു. ഏകീകൃത സിവിൽ കോഡിന്റെ ഉള്ളടക്കം എന്താണെന്ന് നിയമനിർമ്മാണ സഭയിൽ വ്യക്തമാക്കണം. ഏകപക്ഷീയമായി നടപ്പിലാക്കരുത്. എല്ലാവരുമായി ചർച്ച ചെയ്യണം. മുസ്ലിം മത വിഭാഗത്തിന്റെ ആശങ്കയും പരിഹരിക്കണമെന്നും ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞു. നമുക്കൊരു കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്, ഏകീകൃത സിവിൽ കോഡിൻ്റെ ഉള്ളടക്കം എന്ത് എന്നുള്ളത് ബന്ധപ്പെട്ട നിയമനിർമ്മാണ സഭകളിലൊക്കെയും അത് അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ ആരായുകയും ഈ രാജ്യത്ത് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ആരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നില്ല, ആരും പാർശ്വവൽക്കരിക്കപ്പെട്ടില്ല, ആരും അടിച്ചമർത്തപ്പെടുന്നില്ല എന്ന് പ്രതീതി ജനിപ്പിക്കത്തക്ക രീതിയിൽ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഏകപക്ഷീയമായി മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടും എന്ന ഭീതി ജനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലേക്ക് കടക്കരുത്. മറിച്ച് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് എല്ലാവർക്കും ഈ രാജ്യത്ത് അഭിപ്രായം പറയാനും അവരുടെ വിശ്വാസം ജീവിക്കാനുമുള്ള അവകാശത്തെ ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മണിപ്പൂരിൽ നടക്കുന്നത് RSS BJP സ്പോൺസേഡ് കലാപമെന്ന് EP ജയരാജൻ. ലക്ഷ്യം വർഗീയ ധ്രുവീകരണം. കൈതോലപ്പായ ആരോപണം അടിസ്ഥാനരഹിതം. നേതാവിനെ രക്ഷിക്കാനുള്ള കുപ്രചരണമെന്നും EP. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മയിൽ ഇന്ന് ബലിപെരുന്നാൾ. നാടെങ്ങും പ്രാർത്ഥനാ നിർഭരം. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാര ചടങ്ങുകൾ. മണിപ്പൂർ കലാപം ലക്ഷ്യമിട്ടത് ക്രൈസ്തവ ദേവാലയങ്ങളെന്ന് പാംപ്ലാനി. എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നും പാംപ്ലാനി. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wayanad Village Resort. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കെ സുധാകരൻ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്ന് LDF കൺവീനർ EP ജയരാജൻ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി അന്വേഷണം നേരിടണം. അപകടകരമായ അഴിമതിയിൽ ന്യായീകരണം നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. തെറ്റുകൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അപലപനീയം. ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ E ശക്തിധരൻ ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച ആരോപണങ്ങൾ EP തള്ളി. കൈതോലപ്പായയിൽ പണം പൊതിഞ്ഞു കൊണ്ടുപോയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഇത് പ്രചരിപ്പിക്കുന്നത് നേതാക്കൾക്കെതിരായ കുറ്റങ്ങൾ മറച്ചുവെക്കാനാണ്. അഴിമതി ആരോപണങ്ങളെ ഇതുകൊണ്ട് മായ്ച്ചു കളയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂർ കലാപം രാജ്യം ഭരിക്കുന്ന പാർട്ടി ആസൂത്രണം ചെയ്തതെന്ന് EP ജയരാജൻ വ്യക്തമാക്കി. അങ്ങേയറ്റം ഹീനമായ പ്രവർത്തനങ്ങളാണ് മണിപ്പൂരിൽ നടക്കുന്നത് െന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കേരള തീരം വരെ ന്യൂനമർദ്ദപാത്ത് രൂപപ്പെട്ടതിനാൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കടൽക്ഷോഭം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ബീച്ചുകളിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലയിൽ ശക്തമായ മഴയും കടൽക്ഷോഭവും ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിച്ച മുന്നറിയിപ്പുകളുടെയും അടിസ്ഥാനത്തിൽ ജില്ലയിലെ പയ്യാമ്പലം, മുഴപ്പിലങ്ങാട്, ചാൽധർമ്മടം, ചൂട്ടാട്ട് ബീച്ചുകളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചതായി TTPC സെക്രട്ടറി അറിയിച്ചു. കടൽ ഉൾവലിഞ്ഞ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിർത്തിവെച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സഞ്ചാരികൾ ബീച്ച് സന്ദർശനം ഒഴിവാക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കൊട്ടിയൂർ പെരുമാൾക്ക് തൃക്കലശാട്ട്. അമ്മാറക്കല്ലിൽ ചന്ദനപ്പൊടി വിതറി ഭണ്ഡാരവും തിരിച്ച് എഴുന്നള്ളിച്ചു. ഇതോടെ 28 ദിവസം നീണ്ടുനിന്ന വൈശാഖ മഹോത്സവം സമാപിച്ചു.
28 ദിവസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സമാപനം. അക്കരെ കൊട്ടിയൂരിൽ തൃക്കലശാട്ടോടെ പരാശക്തിയുടെ വാൾ മുതിരേരിക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. ഇനി ഒരു വർഷം അക്കരെ കൊട്ടിയൂർ പ്രകൃതിയുടെ മഹാനിശബ്ദതയിൽ ലയിക്കും. മുളംതണ്ടുകളും ഞെട്ടിപ്പനയോലകളും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ശ്രീകോവിൽ ബുധനാഴ്ച രാവിലെ പിഴുതെടുത്ത് തിരുവഞ്ചിറയിലേക്ക് തള്ളി. ശേഷം തൃക്കലശാട്ട് തുടങ്ങി. തന്ത്രിമാർ ചേർന്ന് സ്വയംഭൂ വിഗ്രഹത്തിൽ കളഭം അഭിഷേകം ചെയ്തു. കലശപ്രസാദം ബ്രാഹ്മണർക്കും 4 ഊരാളന്മാർക്കും ട്രസ്റ്റിമാർക്കും ഭക്തർക്കും നൽകി. തുടർന്ന് പൂർണ്ണ പുഷ്പാഞ്ജലി ആരംഭിച്ചു. ശേഷം തിടപ്പള്ളിയിലും മുഖമണ്ഡപത്തിലും ഭണ്ഡാരയിലും ഇരുന്ന സുവർണ രജത കുംഭങ്ങളെല്ലാം കൂത്തമ്പലത്തിലേക്ക് മാറ്റി. തിടപ്പള്ളിയിൽ കയറിയിരുന്ന് കുടിപതികൾ തണ്ടിന്മേൽ ഊണ് നടത്തി. മുതിരേരിക്കാവിലെ വാൾ ഭണ്ഡാര അറയിൽ നിന്നെടുത്ത് സ്വയംഭൂവിലേക്ക് ചേർത്തുവെച്ചു. വാളെടുത്ത് ക്ഷേത്രത്തെ വലം വെച്ച് പടിഞ്ഞാറേ നടവഴി അക്കരെ ക്ഷേത്രത്തിൽ നിന്നും വിടവാങ്ങി. ഭക്തരും അക്കരെ ക്ഷേത്രത്തോട് വിട ചൊല്ലി. അമ്മാറക്കൽ തറയിൽ ചന്ദനപ്പൊടി അഭിഷേകം ചെയ്തു. ഭണ്ഡാരവും തിരിച്ചെഴുന്നള്ളിച്ചു. സന്നിധാനത്ത് നിന്ന് പ്രധാന തന്ത്രിയും ഓച്ചറും പന്തക്കിടാവും ഒഴികെയുള്ളവർ പുറത്തുപോയ ശേഷം യാത്രാബലി ആരംഭിച്ചു. ഹവിസ് തൂകി തന്ത്രി പാമ്പറപ്പാൻ തോടിന്റെ കരയിലെത്തി. കർമ്മങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു നോക്കാതെ അദ്ദേഹം മടങ്ങിയതോടെ വൈശാഖ മഹോത്സവ താന്ത്രിക കർമ്മങ്ങൾ പൂർത്തിയായി. വ്യാഴാഴ്ച വറ്റടി ദിനത്തിൽ സ്ഥാനിക ബ്രാഹ്മണർ സ്വയംഭൂവിൽ അഷ്ടബന്ധം ആവരണം ചെയ്തു. ഒരു ചെമ്പ് ചോറ് നിവേദ്യമായി സമർപ്പിച്ച് മടങ്ങി. സിറ്റി ന്യൂസ്, കണ്ണൂർ. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൊറാഴ സ്വദേശി പി സന്ദീപിനെയാണ് തളിപ്പറമ്പ് ഇൻസ്പെക്ടർ AV ദിനേശിന്റെ നേതൃത്വത്തിൽ SI T ഗോവിന്ദൻ അറസ്റ്റ് ചെയ്തത്. 2022 ഫെബ്രുവരി മുതൽ 2023 ജൂൺ 23 വരെയുള്ള കാലഘട്ടത്തിൽ പലപ്പോഴായി ഇയാൾ പെൺകുട്ടിയുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പരാതി. കടയിൽ പോവുകയായിരുന്ന കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചെന്നും പരാതിയിൽ പറയുന്നു. ബുധനാഴ്ച വൈകിട്ടോടെ അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 20 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 5385 രൂപ, പവന് 43,080 രൂപ, വെള്ളി 72 രൂപ. അറിയിപ്പ്. അതിശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനോട് സഹകരിക്കണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്ററുകൾ, ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതിയൊതുക്കേണ്ടതും അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ഗവൺമെന്റ് വെബ്സൈറ്റിൽ ലഭിക്കും. ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്നും ഏത് തരത്തിലാണ് അലേർട്ടുകളെ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2023 വിശദീകരിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അലേർട്ടുകളിൽ മാറ്റം വരാവുന്നതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകളും പരിശോധിക്കുക. കാലാവസ്ഥ. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരിക്കും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. അതേസമയം ശനി, ഞായർ ദിവസങ്ങളിൽ കാലവർഷം ദുർബലമാകാനാണ് സാധ്യതയെന്ന്
കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പൂരിൽ നടക്കുന്നത് RSS BJP സ്പോൺസേഡ് കലാപമെന്ന് EP ജയരാജൻ. ലക്ഷ്യം വർഗീയ ധ്രുവീകരണം. കൈതോലപ്പായ ആരോപണം അടിസ്ഥാനരഹിതം. നേതാവിനെ രക്ഷിക്കാനുള്ള കുപ്രചരണമെന്നും EP. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മയിൽ ഇന്ന് ബലിപെരുന്നാൾ. നാടെങ്ങും പ്രാർത്ഥനാ നിർഭരം. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാര ചടങ്ങുകൾ. മണിപ്പൂർ കലാപം ലക്ഷ്യമിട്ടത് ക്രൈസ്തവ ദേവാലയങ്ങളെന്ന് പാംപ്ലാനി. എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നും പാംപ്ലാനി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.